എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വേദനയുടെ മേഖല എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനത്തിൻ്റെ മേഖലയാണ്. ഞങ്ങൾ ആദ്യം ഒരു സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ കുട്ടിയുടെ ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്കും ഇവനൊരു 2 വിഷയം 3 വിഷയം ആ ടീച്ചേഴ്സിന് മുമ്പിൽ തലമുമ്പിട്ട് നിന്നിട്ട് ഇറങ്ങി വരും. മോളുടെ ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്കും ഇവൾക്ക് പഠിച്ച് സിലബസ് ഒട്ടും മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇവളെ സ്കൂൾ മാറ്റേണ്ട സാഹചര്യം വന്നു. അടുത്ത വർഷം 3ാമത്തെ ആളുടെ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പം ഇവനെ സിലബസ് മാറ്റിയേ പറ്റൂ, ഇവനെ ക്ലാസ്സിൽ നിന്ന് മാറ്റിയേ പറ്റത്തുള്ളൂ എന്നൊരു സിറ്റുവേഷൻ. അവന് പഠിച്ച് കയറാൻ പറ്റുന്നത്. ഞാൻ ഒത്തിരി വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തു. ഈ ഗ്രൂപ്പുകളിൽ കുഞ്ഞുങ്ങൾ പരസ്പരം നോട്ട്സ് ഷെയർ ചെയ്യുന്നു, അമ്മമാർ ഭയങ്കര കൂട്ടാവുന്നു. പക്ഷെ എനിക്ക് നല്ല പെയിനുണ്ട് ഇതിനകത്ത്, ഒത്തിരി സന്തോഷം. പക്ഷെ എനിക്ക് എൻ്റെ കുഞ്ഞ് പഠിച്ചെത്തുന്നില്ലല്ലോ എന്നുള്ള നല്ല പെയിനുണ്ട്. ഞാനിത് ഈശോയുടെ ഓരോ കുർബാനയ്ക്കും ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫലം എന്ന് കിട്ടും എന്നെനിക്കറിയില്ല. പക്ഷെ ഓരോ കുർബാനയിലും വിശ്വാസത്തോടെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഞാൻ എപ്പോൾ കൗൺസിലിങ്ങിന് ചെന്നിരുന്നാലും എപ്പോൾ വചനം എടുത്താലും എനിക്ക് കിട്ടുന്നത് കർത്താവ് നിൻ്റെ മക്കളെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കും. ഈ വചനം വിശ്വസിക്കണോ, ഈ അവസ്ഥ ഞാൻ വിശ്വസിക്കണോ എന്നൊരു സിറ്റുവേഷനിലോട്ട്. എന്നിട്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് സ്കൂൾ മാറ്റണമല്ലോ. അപ്പം ഇവനെ ഇതേ ക്ലാസ്സിൽ തന്നെ ഇരുത്തണോ അതോ ഇനി സ്കൂൾ മാറ്റണോ, എന്ത് ചെയ്യണം എന്നറിയില്ല. പല സ്കൂളുകൾ കയറി ഇറങ്ങി നടക്കുന്നു. ചില ടീച്ചേഴ്സ് പറയുന്നു അടുത്ത സ്കൂളിൽ ഇരുത്താം, അഡ്മിഷൻ എടുക്കുന്നു. ഇളയ കുഞ്ഞിന് 4ാമത്തെ കുഞ്ഞിനും 3ാമത്തെ കുഞ്ഞും കൂടെ ഒരുമിച്ച് അഡ്മിഷൻ എടുക്കുന്നു. പിന്നെയും ഒരു ബോധവും ഇല്ലാതെ പോയി 2ാം ക്ലാസ്സിലേക്ക് തന്നെ തിരിച്ച് പഴയ സ്കൂളിൽ പോയി പുസ്തകം വാങ്ങിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ ഒരു ലെവലില്ലാതെ നടക്കുന്നുണ്ട്. എല്ലാം അവസാനം തളർന്ന് തിരുവനന്തപുരത്തെ സ്കൂളുകൾ മുഴുവൻ കയറി ഇറങ്ങി തളർന്ന് വന്ന് കട്ടിലിൽ വന്ന് കിടക്കുകയാണ്. എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ആരോഗ്യമില്ല. നമ്മൾ ഒരു അവസ്ഥയിലേക്ക് പോയി ടീച്ചറുടെ വടിയിലോട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ കാണുന്നത്, എനിക്കറിയില്ല എൻ്റെ അവസ്ഥയിൽ എന്നോട് കാരുണ്യം തോന്നി ഈശോ കാണിച്ചു തന്നാണ്. ഞാനിങ്ങനെ കാണുന്ന ഒരു സ്കൂളിൻ്റെ വഴി ഈശോ ഇങ്ങനെ കാണിച്ചു തരികയാണ്. ഒരു സ്കൂളിലേക്ക് കയറി പോകുന്നത്, ഒരു സിസ്റ്റർ ആ വഴിയിലൂടെ നടന്നു വരുന്ന ഒരു രംഗം. പിന്നെ ഞാൻ കാണുന്നത് കുട്ടികൾ പ്ലഡ്ജിന് നിൽക്കുന്ന, യൂണിഫോം ഇട്ടുകൊണ്ട് പ്ലഡ്ജിൽ നിൽക്കുന്നത്. അപ്പം ഇതിങ്ങനെ ഞാനിങ്ങനെ കണ്ട് എനിക്കിപ്പം ഇത് ഈശോ കാണിച്ചു തരുന്നതാണെന്ന് ഒന്നും എൻ്റെ മനസ്സിലില്ല. ഈ സംഭവം ഞാൻ തലേന്ന് വേറെ അഡ്മിഷൻ എടുത്തിട്ടിരിക്കുകയാണല്ലോ. ഞാനിതിങ്ങനെ കണ്ടിട്ട് ഞാനിങ്ങനെ അടുത്ത ദിവസം ഞാൻ ഈ ഈശോ കാണിച്ചു തന്ന ആ സ്കൂൾ യൂണിഫോമുള്ള സ്കൂളിലേക്ക് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതനുസരിച്ച് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാം. ഞാൻ പുറത്തിരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹെഡ് മിസ്ട്രസ് വരുന്നു. ഞാൻ ഹെഡ് മിസ്ട്രസിൻ്റെ റൂമിലേക്ക് കയറുമ്പോൾ സിസ്റ്റർ എഴുന്നേക്കുന്നു. സാധാരണ നമ്മൾ സിസ്റ്ററിൻ്റെ സ്കൂളാണ്. നമ്മൾ സാധാരണ സിസ്റ്റർ എഴുന്നേറ്റ് സിസ്റ്ററിൻ്റെ അങ്ങ് റിസീവ് ചെയ്യുമ്പോൾ എനിക്ക് മദർ മേരിയുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. നീ കയറി രാവിലെ തൊട്ടേ എനിക്കതങ്ങ് ഫീൽ. ഇത് കേട്ടപ്പോൾ ഞാനങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് ഈ സ്കൂളിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഈശോ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ. പക്ഷെ ആ സ്കൂളിൽ അവന് ഭയങ്കര ഒരു വാം വെൽക്കം ആയിരുന്നു. ഈശോ കാണിച്ചു തന്ന പോലെ തന്നെ ആ സ്കൂളിൻ്റെ എൻട്രൻസും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറി. കുഞ്ഞിനത് വളരെ കംഫർട്ടുള്ളൊരു സ്കൂളായിട്ട് അവൻ്റെ ടീച്ചേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്, അവന് സ്കൂൾ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ പഠനത്തിൻ്റെ മേഖലയിൽ വലിയ ചേഞ്ചസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവൻ ചിലപ്പോൾ ചേർന്ന് നിന്ന് എന്നോട് വന്നതെന്ന് ചോദിക്കാം, അമ്മയ്ക്ക് 0 കാണുമ്പോൾ സങ്കടമാവില്ലേ? കുഞ്ഞിൻ്റെ ഉള്ളിലും വേദനയുണ്ടേ, കാര്യം എല്ലാവരും വാങ്ങിക്കുമ്പോൾ. അപ്പം ഞാൻ പറയും, മോനെ എനിക്ക് നിൻ്റെ 0 കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നില്ല. കാരണം ആ 0യുടെ അപ്പുറത്ത് ഈശോ 1 ആയിട്ട് നിൽക്കുന്നത് കാണാനുള്ള കൃപ എനിക്ക് ഈശോ തന്നിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ അവൻ എൻ്റെ പുറത്തോട്ട് അങ്ങ് ചാരി കിടക്കും.